വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് വെണ്ടക്കായ വറുത്തരച്ച് വെക്കാനാണ്. അപ്പോൾ ഞാൻ വെണ്ടക്കായ 2 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് നീളത്തിൽ ഇതുപോലെ. പിന്നെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ. നമ്മൾ ഈ വെണ്ടക്കായ ആദ്യം ഇതിൽ വാട്ടി ഉപ്പിടാം. നന്നായി വാടട്ടെ. നമ്മൾ വെച്ച വെണ്ടക്കായ നന്നായിട്ട് വാടി അത് ഞാൻ ഒരു പാത്രത്തിൽ എടുക്കട്ടെ, മാറ്റട്ടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് വെണ്ടക്കായ എടുത്തിട്ടുള്ള കാരണം ഒരു അരമുറി നാളികേരത്തിൻ്റെ പകുതി നാളികേരം ഞാൻ എടുത്താണ് ചെരുകി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടണം. നന്നായിട്ട് ഫ്രൈ ആവണം നാളികേരം. നമുക്കത് നന്നായി വറുത്തിട്ട് അത് നമുക്ക് മിക്സിയിൽ അടിക്കണം. പിന്നെ അതിലേക്ക് ഒരു 10 പോറ്റ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. പിന്നെ വറ്റൽമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, അതിടാം. എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മൾ വെച്ച നാളികേരം ഏതാണ്ട് ഫ്രൈ ആയി തുടങ്ങി. നന്നായി ഫ്രൈ ആകുമ്പോൾ നമ്മളത് ഒരു പാത്രത്തിലെടുത്ത് മിക്സിയിൽ അത് അടിക്കണം. ചൂടാറുമ്പോൾ അടിക്കാം. അപ്പോൾ ഞാനത് മിക്സിയിൽ അടിച്ചിട്ട് വരാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ. അതിൽ 2 ഗ്രാമ്പൂ, 2 ഏലക്കായ, പിന്നെ കറുകപ്പട്ട ചെറുതായി പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സബോളയുടെ പകുതി അതിടാം. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് നടുകീറിയത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ വേപ്പില. എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്ക് ഞാനത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരാം. നേരത്തെ ആക്കി നാളികേരം മിക്സിയിൽ അടിക്കട്ടെ. അപ്പോൾ നമ്മൾ വെച്ച സബോളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി. അതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ കുറച്ച് വെണ്ടക്കായ എടുത്ത കാരണം എൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കുറവാട്ടാ. അപ്പോൾ വെണ്ടയ്ക്ക അധികം എടുത്ത് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടണം. ലേശം ഉപ്പിടാം. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല, നല്ല മൊരിഞ്ഞ മണം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഇതിൽ മിക്സിയിൽ ജാറിൽ അടിച്ചു വെച്ചിട്ടുണ്ട് നാളികേരം, വറുത്ത നാളികേരം. അത് ഇതിലൊഴിക്കുന്നു.
നമ്മൾ വറുത്തരച്ച നാളികേരം ഇതിൽ കൂട്ടി നന്നായി തിളച്ചു. പിന്നെ നമ്മൾ നേരത്തെ വാട്ടി വെച്ച വെണ്ടക്കായ ഇതിലിടാം. നമ്മുടെ വറുത്തരച്ച വെണ്ടക്കായരെ കൂട്ടാൻ തയ്യാറായി. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച വെണ്ടക്കായ കറി തയ്യാറായി. ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.